എന്താണ് പ്രശ്നം? സാർ ഈ ബസ് നേരെ മാല പൊട്ടിച്ചിട്ടുണ്ട്. ആരെ? ഈ അമ്മച്ചിയുടെ. ഇവരെന്നാ പറയുന്നത്. നിങ്ങൾ മൂന്നുപേരൊക്കെ ഇറങ്ങി. നിങ്ങളോട് മാല എടുത്തോ? സാർ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. ബസ്സിൽ ഞങ്ങൾ മാത്രമൊന്നല്ല യാത്രക്കാർ. നേരത്തും കാലത്തും എല്ലാവർക്കും പണിക്ക് പോകണമെങ്കിൽ 5 മിനിറ്റ് സമയം തരും. ആരെങ്കിലും മാല എടുത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ നിലത്തേക്ക് ഇട്ടേക്ക്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ വന്നേ വന്നേ വണ്ടിയും ഒതുക്കിയിട്ടു. ഒരു ഒറ്റയാളെ പുറത്തേക്ക് ഇട്ടേക്ക്. ഇപ്പോഴാണെങ്കിൽ ആരും അറിയില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്ക്. സാറ് ഞങ്ങൾ എടുത്തിട്ടില്ല. സാറ് ബാഗ് ചെക്ക് ചെയ്തല്ലേ? എന്തിപ്പോ എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. ബസ്സിലും ബാഗിലൊന്നുമില്ല സാറേ. ബസ്സിലില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട്. സമയത്ത് ജോലി കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും സാറേ. CA ഇപ്പൊ വരും. പിന്നെ എന്റെ ഇതൊക്കെയല്ല. ഇപ്പൊ അങ്ങോട്ട് കൊടുത്താ പ്രശ്നം നടത്തി. എന്ത് കഷ്ടമാണ് സാറേ. എന്റെ ഭർത്താവ് നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സാർ വരുന്നുണ്ടേ. ഓ സാറേ ദേ ആളെത്തി. സാറേ ഇവരെ എന്റെ തൊട്ട് പുറകിൽ നിന്നത്. പിന്നെ തൊട്ട് പുറകിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് ഞങ്ങളെ കളിയൊക്കെയുണ്ടല്ലോ. സ്വഭാവം നിങ്ങൾ അറിയും. ഇത് മര്യാദ. ഇതിപ്പോ ഞങ്ങൾ വെട്ടില്ലേ? അല്ല പിന്നെ ഞാൻ പറഞ്ഞ അതിരി. എന്താണോ കേസ്? സാറേ ബസ്സിൽ വെച്ച് ഇവരാണ് എന്റെ മാല മോഷ്ടിച്ചത്. ഇവിടെ വനിതാ പോലീസില്ലേ? സാറോ രണ്ടുപേരും കേബിൾ കോഴ്സിന് പോയിരിക്കാം. പെണ്ണുകൾ മെറ്റർണിറ്റി ലീവില്ല. മാല എങ്ങെടുത്തോളൂ. സാർ ഈ തളിക്ക് വട്ടാണ്. ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. സാറിന് വേണമെങ്കിൽ തപ്പി നോക്കിക്കോ. നിന്റെ മറ്റടുത്ത് തപ്പി നോക്കാൻ അല്ലടി എന്റെ പണി. സാർ ഞാൻ ഗർഭിണിയാണ്. അല്ലല്ല സാറേ, മാല എന്റെ ഉണ്ട്, ഞാൻ തന്നേക്കാം. ഇവിടെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീയൊക്കെ കാക്കിയിട്ടോണ്ട് ചരക്കാൻ നടക്കുന്നത്.